കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം രാജ്യസഭയിൽ ഉന്നയിക്കും. CPI MP സന്തോഷ് കുമാറാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ബജറ്റിലും സോണിയാഗാന്ധിയുടെ പരാമർശത്തിലും ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകും. ശരത് ലാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത് ലാൽ, വലിയ വിവാദമായ പരാമർശമാണ്. എത്തരത്തിലാണ് സഭാ നടപടികൾ പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? 11 മണിക്കാണ് ലോക്സഭയും രാജ്യസഭയും സമ്മേളനം ചേരുന്നത്. ഒരേ ഒരു അജണ്ട മാത്രമാണ് ലോക്സഭയിൽ ഉള്ളത്. നന്ദി പ്രമേയ ചർച്ചയാണ് രാഷ്ട്രപതിയുടെ. ഇതാണ് 12 മണി തൊട്ട് നന്ദി പ്രമേയ ചർച്ച തുടങ്ങുമെന്നാണ് ഇപ്പോൾ അജണ്ടയിലുള്ളത്. അതിന്റെ മുമ്പേ തന്നെ ഈ പ്രയാഗിലെ കുംഭമേളയിലെ മരണവും അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുപോലെ സോണിയാഗാന്ധിന്റെ പരാമർശത്തെ കുറിച്ച് BJPയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനിടക്കാണ് രാജ്യസഭയിൽ സുരേഷ് ഗോപിക്കെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. CPI പാർലമെന്ററി പാർട്ടി രാജ്യസഭാ നേതാവും പാർലമെന്റ് പാർട്ടി നേതാവായ സന്തോഷ് കുമാറാണ് ഇത് സംബന്ധിച്ച ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദളിതരെയും മറ്റുള്ളവരെയും അവഹേളിക്കുന്ന തുല്യമായ പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നതും അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഉള്ള ആവശ്യമാണ് സന്തോഷ് കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എംപിമാരും ഇന്ന് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വഖഫ് വിഷയത്തിലും JPC വിഷയത്തിലും അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ തള്ളിയ JPC നിലപാട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് അംഗങ്ങളായ ET മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ 3 മുസ്ലിം ലീഗ് അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് സഭയിലെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ. സുരേഷ് ഗോപിക്കെതിരെ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവാദ പരാമർശത്തിലാണ് നടപടി. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.